എന്തൊരു ചൂട് സഹിക്കാൻ കഴിയില്ല. വീട്ടിനകത്തങ്ങ് ഇരിക്കാനേ പറ്റില്ല. വീട്ടിനകത്തിരുന്ന സഹിക്കാൻ വയ്യാത്ത ചൂട്. നമ്മളെ ഈ കാലാവസ്ഥ നമുക്ക് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി തോന്നുന്നു. സഹിക്കാൻ ഒരു കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ സംസാരിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ വീടുകളിൽ ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഹായ്, ഞാൻ കോൺട്രാക്ടർ ഹരി ധർമ്മരാജൻ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മളെ വീടുകൾ ഒരു നാച്ചുറലി കൂളാക്കി വെക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചിട്ട് പോകാം. വീട്ടിലെങ്ങും ഇരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്താണ് കാരണം വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ചൂട് അത്രയധികം ഉയർന്നു പോവുകയല്ലേ. 40 ഡിഗ്രിയൊക്കെ കഴിഞ്ഞു അല്ലേ. റിയൽ ഫീൽ ഒരു 50 ഡിഗ്രിയിലൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പം മുറിക്കകത്തൊന്നും ഇരിക്കാനേ കഴിയുന്നില്ല. ഒരു ആവിപ്പുരയിൽ ഇരിക്കുന്ന ഫീലിംഗ് ആണ്. ഒരു സ്റ്റീം ബാത്ത് കഴിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ പുറത്തോട്ടിറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഒന്നും വീടുകളിൽ ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ് ക്രോസ് വെന്റിലേഷൻ എന്ന് ചോദിച്ചാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വിൻഡോയിൽ കൂടെ വരുന്ന കാറ്റ് മറു വിൻഡോയിൽ കൂടെ പുറത്തേക്ക് പോകുന്നതിനെയാണ് ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞത്. കൃത്യമായിട്ടൊരു ക്രോസ് വെന്റിലേഷൻ സംഭവിക്കണമെങ്കിൽ ഒരു സൈഡിലെ നമ്മളിപ്പോൾ ഒരു സൈഡിൽ ഒരു വിൻഡോ സ്ഥാപിച്ചിരിക്കുന്നു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഈ സെയിം ഡയറക്ഷനിൽ മറ്റൊരു വിൻഡോ സ്ഥാപിച്ചാൽ അവിടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ക്രോസ് വെന്റിലേഷൻ സംഭവിക്കും. പക്ഷേ പലപ്പോഴും നമുക്ക് സ്ഥലപരിമിതികൾ, നമ്മുടെ ഡിസൈനൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഒരു വാളിൽ തന്നെയാണ് വലിയ 2 വിൻഡോ സ്ഥാപിച്ചാൽ അവിടെ ക്രോസ് വെന്റിലേഷൻ സംഭവിക്കില്ല. ക്രോസ് വെന്റിലേഷൻ സംഭവിക്കുന്ന തൊട്ടടുത്ത മതിലിൽ ഒരു വിൻഡോ ആണെങ്കിൽ അതേ കൂടെ ക്രോസ് വെന്റിലേഷൻ സംഭവിക്കും. ചെറിയൊരു താമസം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും അവിടെ ക്രോസ് വെന്റിലേഷൻ സംഭവിക്കും. പക്ഷെ ഒരു വാളിലാണെങ്കിൽ അത് സംഭവിക്കില്ല. ഇതാണ് ഈ ക്രോസ് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു തണുത്ത ഫീൽ നമ്മളെ മുറിക്കകത്തുണ്ടാവും. ഒരു 3-4 ഡിഗ്രി പുറത്ത് തന്നെ ചൂട് കുറവായിരിക്കും ഈ സാധാരണ ക്രോസ് വെന്റിലേഷൻ ഉള്ള മുറികളും ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്ത മുറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എയർ പാസ്, ഒരു നാച്ചുറൽ എയർ സിസ്റ്റമാണിത് ഈ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് അങ്ങോട്ട് എയർ പാസ് ചെയ്ത് നമ്മളെ മുറിക്കകത്ത് ഈ തളം കെട്ടിക്കിടക്കാതെ, ചൂടുള്ള വായു നമ്മുടെ മുറിയിൽ തളം കെട്ടിക്കിടക്കാതെ തന്നെ പുറത്തേക്ക് പോകുന്നതിനെയാണ് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ കൃത്യമായ ക്രോസ് വെന്റിലേഷൻ സംഭവിക്കണമെങ്കിൽ നമ്മുടെ കാറ്റിന്റെ ദിശ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റിൽ നിന്ന് ആരംഭിച്ച് നോർത്ത് ഈസ്റ്റിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാറ്റിന്റെ ദിശ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്രോസ് വെന്റിലേഷൻ സംഭവിക്കണം സൗത്ത് വെസ്റ്റിലൊക്കെ ആയിരിക്കണം നമ്മൾ വിൻഡോ വരേണ്ടത്. പക്ഷേ നമുക്ക് സ്ഥലപരിമിതിയിലുണ്ടെന്ന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഈ മുറിക്കകത്ത് വായു തളം കെട്ടി കിടക്കാതിരിക്കണമെങ്കിൽ ഈ ക്രോസ് വെന്റിലേഷനുള്ള ഡിസൈനിങ് ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എലിവേഷനിൽ വളരെ ശ്രദ്ധ കൊടുക്കാറുണ്ട്, പക്ഷേ ഈ ക്രോസ് വെന്റിലേഷനെങ്കിൽ നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മളെയൊക്കെ വീടുകളിൽ ഇപ്പോഴും ചിലപ്പം ഈ 2 ഭിത്തികളിലായിരിക്കും വിൻഡോ ഇരിക്കുന്നത്. പക്ഷേ ഒരു വിൻഡോ ആയിരിക്കും നമ്മൾ രാവിലെ തുറന്നിടുന്നത്, ഒരു സൈഡില്ല. 2 സൈഡിലെ വിൻഡോ തുറന്നിടാൻ നിങ്ങൾ മറക്കരുത്. കാരണം അങ്ങനെ തുറന്നിടുകയാണെങ്കിൽ ഈ ക്രോസ് വെന്റിലേഷൻ അവിടെ സംഭവിക്കും. നിങ്ങൾക്ക് മുമ്പിരുന്നതിനേക്കായി ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് ഒരല്പം അരിപ്രശ്നം കൂടി. ഞങ്ങൾ ഒരു നിർമ്മാണ കമ്പനിയാണ്, കൊല്ലമാണ് നമ്മുടെ ആസ്ഥാനം. വീട് വെക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടണം. ഞങ്ങൾ വളരെ ചിലവ് കുറച്ച് തന്നെ മിതമായ നിരക്ക് നിങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക. അതും വെറും സൂപ്പർവിഷൻ ചാർജ് മാത്രം ഈടാക്കിയാണ് നമ്മളൊരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്നത്. അതിനകത്ത് എല്ലാ ഡിസൈനിങ്ങുകളും 3D ഡിസൈൻ ആയാലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മറ്റ് ചാർജുകളൊന്നുമില്ല. അതുപോലെ ഇന്റീരിയർ വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഞങ്ങളെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഒരു 916 ക്വാളിറ്റിയിലുള്ള വീട് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഈ മുറികളിൽ ഈ ചൂട് തളം കെട്ടി കിടക്കുന്ന ചൂട് മുകളിലേക്ക് ഉയർന്നു പോകാറുണ്ട്. അതിനെ പറയുന്നത് സ്റ്റാക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് മുകളിലേക്ക് ഈ വായു പോകുമ്പോൾ അത് മുകളിൽ ഒരു ലൂവേഴ്സ് വെന്റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴിയും പുറത്തേക്ക് പോകും. അപ്പോൾ അത് ചൂടുള്ള വായു മുകളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അതിനൊരു പേരാണ് സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്താണ് സ്റ്റാക്ക് എഫക്റ്റ് എന്നുള്ളത്. അത് നമ്മളെ ഈ വിൻഡോയുടെ വേളിലൊക്കെ ഒരു വെന്റിലേറ്റർ പോലെ ഒരു ഹാഫ് വിൻഡോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1.5 മീറ്റർ വിൻഡോ, അതിന്റെ 1 മീറ്റർ നമ്മൾ വലിയ ലീഫ് തുറന്നിടാനുള്ള വലിയ ലീഫ്, അതിന്റെ മേളിൽ 50 സെന്റിമീറ്ററിന്റെ ഒരു ലീഫ് കൊണ്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ വേണേൽ അത് തുറന്നിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ വായു മുകളിലേക്ക് ഉയർന്ന് അതായത് വഴി പാസ് ചെയ്യും. അതാണ് സ്റ്റോക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മസ്കിറ്റോ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ കൊതുകുകളുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ റൂമിനകത്ത് ചൂട് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ വിൻഡോ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ നമ്മുടെ ബെഡ് ഇതിന്റെ ഏത് ഡയറക്ഷനിൽ വരണം, അതായത് നമ്മളെ കാറ്റ് കയറിപ്പോകുന്ന ആ ഡയറക്ഷൻ തന്നെ നമ്മളെ ബെഡ് വന്നാലേ അവിടെ ഒരു സുഖമായി നമുക്കെന്ത് കിടന്നുറങ്ങാൻ കഴിയും. ഞാൻ അതിന്റെ സ്ലൈഡിനകത്ത് കാണിക്കാം എന്താണ് എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ ബെഡ്റൂമിലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. ഏതാ ക്രോസ് വെന്റിലേഷൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു തണുപ്പുള്ള ഫീൽ നമുക്ക് കിട്ടില്ല.
അതുപോലെ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ അതുപോലെ നമ്മൾ എ സി ഉള്ള റൂമുകളൊക്കെ നമ്മൾ പലപ്പോഴും ജനലുകൾ തുറന്നിടാറില്ല. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ കാണുമായിരിക്കും ഇപ്പോൾ തന്നെ ഈ ക്രോസ് വെന്റിലേഷൻ. അതുകൊണ്ട് രാവിലെ നിങ്ങൾ ഉണർന്നടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ 2 ജനൽ നിങ്ങൾ തുറന്നിട്ടാണ് പുറത്തേക്ക് പോകേണ്ടത്. വൈകുന്നേരം വരുമ്പോൾ വളരെ സുഖമായിരിക്കും ആ മുറിയിൽ ഇരിക്കാൻ. ഫാനൊക്കെ ഇട്ടാൽ അപ്പം തന്നെ തണുക്കുകയും ചെയ്യും. അതുപോലെ എ സി ഇട്ടാലും അപ്പം തന്നെ തണുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വിൻഡോയുടെ ഡിസൈൻ പറഞ്ഞായിരുന്നല്ലോ, ഈ 1.5 മീറ്റർ വിൻഡോ ഹൈറ്റുള്ള വിൻഡോയിൽ 50 സെന്റിമീറ്റർ മുകളിൽ ഒരു വിൻഡോ നൽകിയാൽ അതിനകത്ത് കൂടെ എയർ പാസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മറ്റൊരു ഗുണം കൊണ്ടല്ലോ, ഇപ്പം നാട്ടിലെല്ലാം പാമ്പ് ശല്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ആ മേളത്തെ ജനലൊക്കെ തുറന്നിടുകയാണെങ്കിൽ പാമ്പൊന്നും എന്തായാലും അങ്ങോട്ട് കയറിയൊന്നും വരില്ലല്ലോ. ഈ ജനലിലൂടെ താഴെ ജനലിൽ ഗ്ലാസ് ആയിരിക്കും, എൻ്റെ മേളിൽ കൂടെ കയറി എന്തായാലും അങ്ങോട്ട് വരില്ല. അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട്. പാമ്പ് ശല്യം അവിടെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ മുറിയിലെ ചൂടും ഒഴിവാക്കാൻ കഴിയും. ഇപ്പം എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.